സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുകയാണ് UAEയുടെ ഹൃദയഭാഗത്തേക്ക്. ഇത് അബുദാബി ബാബ്സ് ഹിന്ദു മന്ദിർ, സിംബൽ ഓഫ് പീസ് ആൻഡ് കൾച്ചർ. ദുബായിലെ പ്രമുഖ പാതയായ ഷേഖ് സയ്യിദ് റോഡിലൂടെയാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴി പോകുമ്പോൾ ആധുനിക ദുബായിയുടെ മനോഹരമായ സ്കൈലൈൻ നമ്മെ ഹഠാത് ആകർഷിക്കുന്നു. ആകാശത്തെ തൊട്ടു നിൽക്കുന്ന ബുർജ് ഖലീഫ ഉൾപ്പെടെയുള്ള നൂതന കെട്ടിടങ്ങൾ, വൈവിധ്യമാർന്ന ആർക്കിടെക്ചറൽ ഡിസൈനുകൾ എല്ലാം ചേർന്ന് ഒരു ദൃശ്യവിഭവം സൃഷ്ടിക്കുന്നു. ഈ വഴിയുടെ ഇരുവശങ്ങളിലുമായി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഗ്ലോബൽ വില്ലേജ്, മിറക്കിൾ ഗാർഡൻ, വണ്ടർലാൻഡ് തുടങ്ങിയ വിസ്മയങ്ങൾ യാത്രയെ ഏറെ മനോഹരമാക്കുന്നു. കൂടാതെ നമുക്കിവിടെ ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയവും ആധുനികവും വേഗമേറിയതുമായ ദുബായ് മെട്രോ റെയിലും കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ജബലാലി കഴിഞ്ഞു പോകുകയാണ്. ജബലാലി ദുബായിലെ ഏറ്റവും വലിയ ഫ്രീ സോൺ മേഖലയാണ്. ജബലാലി ഫ്രീ സോൺ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രീ എക്കണോമിക് സോണാണ്. ഇപ്പോൾ ഞങ്ങൾ അബുദാബി ബോർഡർ കടക്കുകയാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും നല്ല പച്ചപ്പുകൾ കാണാൻ കഴിയും. ഇനി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടെ അബുദാബി കൾച്ചർ വില്ലേജ് എന്നൊരു ബോർഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് യാത്ര ചെയ്തെത്തിയപ്പോൾ ദൂരെ നിന്ന് തന്നെ അമ്പലത്തിൻ്റെ മനോഹരമായ ഗോപുരങ്ങൾ കണ്ടു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം. UAEയിലെ സഹിഷ്ണുതയുടെയും ഐക്യത്തിൻ്റെയും ബഹുസ്വര സംസ്കാരത്തിൻ്റെയും ശക്തമായ പ്രതീകമാണ് ഈ ക്ഷേത്രം. UAEയിലെ 7 എമിറേറ്റ്സിനെ പ്രതീകപ്പെടുത്തി 7 ഗോപുരങ്ങളും 5 വലിയ താഴികക്കുടങ്ങളും ക്ഷേത്രത്തിനുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ കണ്ട ക്യൂവിൻ്റെ പിന്നിലായി ഞങ്ങളും നിന്നു. എല്ലാവിധ സെക്യൂരിറ്റി ചെക്കപ്പുകൾക്കും വിധേയമായ ശേഷം ഇപ്പോൾ പ്രവേശന കവാടത്തിലെത്തിയിരിക്കുകയാണ്. മന്ദിരത്തിന് ചുറ്റുമുള്ള ജലസ്രോതസ്സുകളും പൂന്തോട്ടങ്ങളും അന്തരീക്ഷത്തിന് വല്ലാത്തൊരു ശാന്തത, അതായത് ഒരു പോസിറ്റീവ് വൈബ് നൽകുന്നു. പാദരക്ഷകൾ സംരക്ഷിക്കാനായി അതിവിശാലമായ സൗകര്യവും ഇവിടെയുണ്ട്. പടവുകൾ കടന്ന് ക്ഷേത്രത്തിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പോസിറ്റീവ് എനർജി, അത്രയും ഡിവൈൻ ഫീൽ. രാജസ്ഥാനിലെ പിങ്ക് സാൻഡ് സ്റ്റോണും ഇറ്റാലിയൻ മാർബിളും ഉപയോഗിച്ചാണിത് നിർമ്മിച്ചിരിക്കുന്നത്. പുരാതന ശൈലിയിൽ കല്ലുകൾ ചേർത്തുള്ള നിർമ്മാണം. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനായി സിമൻറ്റോ കമ്പിയോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ക്ഷേത്രത്തിനുള്ളിൽ കടന്നാലോ 7 ദേവമന്ദിരങ്ങളുണ്ട്. ദൈവങ്ങളുടെ പൗരാണിക കഥകളും ഭക്തിയുടെയും ധാർമ്മികതയുടെയും സന്ദേശങ്ങളും ഒക്കെ ഓരോ ശില്പങ്ങളിലൂടെയും ചിത്രങ്ങളിലൂടെയും അവതരിപ്പിച്ചിരിക്കുന്നു. വിവിധ ദേശ-മതഭേദമന്യേ എല്ലാവർക്കും സ്വാഗതമോതുന്ന ഈ മന്ദിരം ഇന്ത്യയുടെയും UAEയുടെയും സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്.
ഇപ്പോൾ സമയം ഏതാണ്ട് 6:30 ആയിരിക്കുന്നു. അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ ക്ഷേത്രത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. ഇപ്പോൾ ഇവിടെ ആത്മീയമായ ഒരു ചടങ്ങിനുള്ള സമയമാണ്, ഗംഗാ ആരതി. ആരതിയുടെ പ്രധാന ഭാഗം ദീപങ്ങൾ സമർപ്പിക്കുക എന്നതാണ്. നെയ്യോ എണ്ണയോ ഒഴിച്ച് കത്തിച്ച വിളക്കുകൾ ഗംഗാമാതാവിന് സമർപ്പിക്കുന്നു. ഇത് ദിവ്യജ്ഞാനത്തെയും സത്യത്തിൻ്റെ വെളിച്ചത്തെയും അന്ധകാരത്തെ അകറ്റുന്നതിനെയും ഒക്കെ സൂചിപ്പിക്കുന്നതായി പറയപ്പെടുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, പൂജാരിമാർ വലിയ ദീപങ്ങൾ ഉയർത്തി ആചാരങ്ങൾ നിർവഹിക്കുന്നു. അതുപോലെ തന്നെ ഭക്തജനങ്ങൾ ചെറിയ വിളക്കുകൾ വെള്ളത്തിലൊഴുക്കി പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഭക്തിസാന്ദ്രമായ ഒരു മ്യൂസിക്കും കേൾക്കാം. ഇവിടെ കുറേ ജലധാരകളുണ്ട്, അതുപോലെ തന്നെ ഒരു വാട്ടർ ഫൗണ്ടനും. അതിന് പിന്നിൽ ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാകാം. ഞാൻ മനസ്സിലാക്കുന്നത് ജലം ജീവൻ്റെ ഉറവിടവും ദൈവത്തോടുള്ള മനസ്സിൻ്റെ ഒരു ശുദ്ധീകരണവും അതുപോലെ തന്നെ ആത്മീയ വളർച്ചയും ഒക്കെ സ്വാധീനിക്കുന്ന ഒന്നാണല്ലോ, അതാകാം എന്നാണ്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് ഇനി നമ്മൾ തിരികെ യാത്ര തുടരുകയാണ്, മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടും ആത്മീയ സമാധാനത്തോടും കൂടി. ഇപ്പോൾ ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു, നല്ല കുളിർക്കാറ്റും വീശുന്നുണ്ട്. കത്തിച്ചൊലിച്ച വിളക്കുകൾക്ക് നടുവിൽ അമ്പലം വളരെ മനോഹരിയായി കാണപ്പെടുന്നു.